മാസങ്ങളായി ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസ് നിർണായകമായ പരീക്ഷണങ്ങളുടെ തിരക്കിലാണിപ്പോൾ. 2025 ആദ്യ ബഹിരാകാശ നടത്തത്തിൽ നാസ ഗവേഷകനായ നിക് ഹേഗിനൊപ്പം സുനിത വില്യംസും പങ്കാളിയാകും. ജനുവരി 16 വ്യാഴാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 5:30ഓടെയാണ് ഇരുവരും നടക്കാനിറങ്ങുക. US സ്പേസ് വാക്ക് 91 എന്നു പേരിട്ട നടത്തത്തിനിടയിൽ ബഹിരാകാശ നിലയത്തിലെ ചില അറ്റകുറ്റപ്പണികളും ഇരുവരും ചേർന്ന് ചെയ്യും. ഓറിയേഷൻ കൺട്രോളിന് നിർണായകമായ റേറ്റ് ഗൈറോ അസംബ്ലി മാറ്റി സ്ഥാപിക്കുന്നതിനും ന്യൂട്രോൺ സ്റ്റാർ എക്സ്റേ ടെലസ്കോപ്പ് സർവീസ് ചെയ്യുകയുമാണ് പ്രധാന ജോലികൾ. ഇതിനു പുറമെ ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്റർ അപ്ഗ്രേഡ് ചെയ്യാനും ഇരുവരും ശ്രമിക്കും. കോസ്മിക് കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിൽ നിർണായക പങ്കാണ് ആൽഫ മാഗ്നറ്റിക് സ്പെക്ട്രോമീറ്ററിന് ഉള്ളത്. ഇരുവരെയും വീഡിയോകളിൽ തിരിച്ചറിയാനായി നിക് ഹേഗ് ഒരു ചുവന്ന വരകളുള്ള സ്യൂട്ടും സുനിത വില്യംസ് നിറരഹിതമായ സ്യൂട്ടും ധരിക്കും. ജനുവരി 23 അടുത്ത ബഹിരാകാശ നടത്തവും നാസ പദ്ധതിയിടുന്നുണ്ട്. ബഹിരാകാശ നടത്തം കാണണമെന്നുള്ളവർക്കായി ലൈവ് കവറേജും നാസ നൽകുന്നുണ്ട്. സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 മുതൽ ബഹിരാകാശ നിലയത്തിലാണ് തുടരുന്നത്. സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും ദൗത്യം 8 ദിവസത്തേക്കായിരുന്നു. എന്നാൽ സാങ്കേതിക തകരാർ മൂലം അവർക്ക് തിരികെ എത്താനായില്ല. അന്നു മുതൽ ഇരുവരും ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ്. ഇലോൺ മസ്കിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം വഴി 2025 ഫെബ്രുവരിയിൽ ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് സൂചന.